റഷ്യയെ വിമർശിച്ചും ഇസ്രയേലിനെ അനുകൂലിച്ചുമായിരുന്നു UN പൊതുസഭയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ എന്ന നിലപാടിനെ അനുകൂലിച്ചിട്ടും സമാധാനം ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടത് ബന്ദികളെ മോചിപ്പിക്കാനാണെന്നായിരുന്നു ട്രംപിന്റെ ഒളിയമ്പ്. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Now, as if to encourage continued conflict, some of this body is seeking to unilaterally recognize a Palestinian state. The rewards would be too great for Hamas terrorists for their atrocities. This would be a reward for these horrible atrocities, including October 7th, even while they refuse to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ ചേരുന്നുണ്ട്. അഭിലാഷ്, സെലൻസ്കിയെ ധീരൻ എന്ന് വിശേഷിപ്പിക്കുന്നു, അതേസമയം തന്നെ പലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളെ വിമർശിക്കുന്നു. ഇതിലൂടെയൊക്കെ തന്നെ പലസ്തീനെ ഒരു തരത്തിലും ട്രംപ് അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും പലസ്തീനെ അംഗീകരിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? അനുശ്രീ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ലോകത്ത് പ്രധാനമായി നടക്കുന്ന രണ്ട് യുദ്ധങ്ങളാണ്. ഒന്ന് റഷ്യയും യുക്രൈനും, അതുപോലെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധവും. ഇതിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനൊപ്പമാണ് ഡൊണാൾഡ് ട്രംപ്. അതിൽ റഷ്യക്കെതിരെ കടുത്ത നിലപാടാണ് ഇത്തവണ UN-ൽ ട്രംപ് പരാമർശിച്ചിരിക്കുന്നത്. അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമെന്ന് പറയുന്നത് വലിയ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റഷ്യയുടെ നിലപാട് അപലപനീയമാണ്. റഷ്യയുമായി സംസാരിച്ചിരുന്നെങ്കിലും ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ളൊരു നിലപാടല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ കടുത്ത നിലപാടിലേക്കും നടപടികളിലേക്കും കടക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തണം. അതുപോലെ റഷ്യക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. അത് യൂറോപ്യൻ രാജ്യങ്ങളും ആ ഒരു നടപടിയിലേക്ക് കടക്കണം. അതുപോലെ തന്നെ റഷ്യയുടെ ഏതെങ്കിലും പ്ലെയിനോ ഡ്രോണോ നാറ്റോ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറന്നാൽ അതിന് ആ നിമിഷം തന്നെ വെടിവെച്ചിടാനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അതുപോലെ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, യുക്രൈനും റഷ്യ യുദ്ധത്തിൽ കീവ്, അതായത് യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് നേരത്തെ, അതായത് യുദ്ധത്തിന് മുമ്പ് ഏത് തലത്തിലായിരുന്നു ആ തലത്തിലേക്ക് തിരികെ എത്തും. അതായത് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ ഭാഗങ്ങളെല്ലാം യുക്രൈൻ തിരിച്ചു പിടിക്കും. അത് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോയുടെയും സഹായത്തോടെയായിരിക്കും അത് നടക്കുക എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. അതായത് റഷ്യയെ യുദ്ധം ചെയ്താണെങ്കിൽ അങ്ങനെ തന്നെ തോൽപ്പിക്കും എന്നുള്ളൊരു പരോക്ഷമായ ഒരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട് ട്രംപ് പുടിനെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയും ഇരുവരും ചേർന്ന് ചർച്ച നടത്തുകയും എന്നാൽ ആ ചർച്ച ഒരിടത്തും എത്താതെ പോവുകയുമായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നുള്ള നിലപാട് ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് ഇത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന്, ആരോപണത്തിനൊക്കെ ഡൊണാൾഡ് ട്രംപ് മുതിർന്നിരിക്കുന്നത്. ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്, റഷ്യ ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ റഷ്യയെ കാത്തിരിക്കുന്നുണ്ട്. റഷ്യ എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും റഷ്യയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഈ സെലൻസ്കിയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു വാക്കേറ്റം വരെ ഉണ്ടായത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു ലൈവിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനോട് മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ ട്രംപ് ഒരു നിഷ്പക്ഷനായ നിലപാടാണ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ സെലൻസ്കിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രോ യുക്രൈനിയൻ നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ റഷ്യയെ സംബന്ധിച്ച് റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ അമേരിക്ക നടത്തുമെന്ന് മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ടും നാറ്റോ സഖ്യരാജ്യങ്ങളെ കൊണ്ടും റഷ്യക്കെതിരെ വലിയ ഒരു നീക്കത്തിലേക്കാണ്
ഡൊണാൾഡ് ട്രംപ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യമെടുത്താൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും, അതായത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ. ഇവരെല്ലാം പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. ഈ കാര്യത്തിൽ പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ വിമർശിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല. പക്ഷേ പരോക്ഷമായ ഒരു ഒളിയമ്പാണ് നടത്തിയിരിക്കുന്നത്. അതായത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും ആദ്യം വേണ്ടിയിരുന്നത് ഹമാസിൻ്റെ കയ്യിൽ നിലവിൽ ജീവനോടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഇസ്രായേലിലെ 20ഓളം ബന്ദികളെ തിരിച്ചയക്കണം. അതിനാണ് ആദ്യത്തെ പരിഗണന നൽകേണ്ടത് എന്നുള്ളത്. അതായത് പരോക്ഷമായി പറയുകയാണ്, പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നത്തിൻ്റെ പരിഹാരം. ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളെ ഇസ്രായേലിന് തിരിച്ചു നൽകുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. അതോടുകൂടി ഗാസയിലെ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വീക്ഷണമെന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നിലപാടിനോട്, ഇസ്രായേൽ ഇപ്പോൾ എടുക്കുന്ന നിലപാടിനോട് പ്രത്യക്ഷമായി ഒരു വിമർശനമൊന്നും ഉന്നയിച്ചില്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ഒരു വെടിനിർത്തൽ ആവശ്യമാണെന്നുള്ളൊരു നിലപാടാണ് ട്രംപ് പറയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു ഗാസയുമായി ബന്ധപ്പെട്ട്. ആ ചർച്ചയിൽ ഉയർന്നു വന്നത് പല കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും എത്രയും പെട്ടെന്ന് വെടിനിർത്തണം എന്നുള്ള ഒരു കാര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ അതേ നിലപാട് തന്നെ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ ഇസ്രായേലിൻ്റെ നിലപാടാണ് ഇനിയും വ്യക്തമാവേണ്ടത്. പക്ഷേ അമേരിക്ക ഇടപെട്ടിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലും ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ ഗാസയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിലവിൽ ജീവനോടെയുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെ ചിത്രങ്ങളടക്കം ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ ഗാസയിൽ കനത്ത ആക്രമണം തുടരുമ്പോൾ അവരുടെ ജീവനെല്ലാം കനത്ത ഭീഷണി ഉണ്ടെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു അതൊന്നും കാര്യമാക്കാതെ വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാവണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത്. അതേസമയം തന്നെ പലസ്തീന് സ്വാതന്ത്ര്യം കൊടുത്ത അല്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങളെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ എത്രയും വേഗം ഈ യുദ്ധങ്ങളെല്ലാം നിർത്തി 7 രാജ്യങ്ങൾ തമ്മിലുള്ള 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ഒരു നോബൽ സമ്മാനം തനിക്ക് കിട്ടാനുള്ള അർഹതയുണ്ടെന്നുള്ളൊരു ഇതിനൊക്കെ കൂടെയാണ് ഡൊണാൾഡ് ട്രംപ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഗാസയിലെ വിഷയത്തിലും യുക്രൈൻ്റെ വിഷയത്തിലും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ട്രംപിന് നടത്താനാകുമെന്നാണ് വിചാരിക്കുന്നത്. അനുശ്രീ. ശരി, റഷ്യ വിമർശിച്ചും ഇസ്രയേലിനെ അനുകൂലിച്ചുമായിരുന്നു UN പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗമുണ്ടായിരുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിനെ അനുകൂലിച്ചിട്ടും സമാധാനം ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ബന്ദികളെ മോചിപ്പിക്കാനാകണമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്.